MLA PV അൻവർ കീഴടങ്ങി, PV അൻവറിനെ വിരട്ടി, PV അൻവർ സെറ്റിൽമെൻ്റ് ആക്കി, കോംപ്രമൈസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ മുഖ്യധാരാ ചാനലുകൾ അടിച്ച് തകർത്ത് വിട്ട് അങ്ങ് തകർക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം 12 മണിക്ക് ഈ PV അൻവർ MLA മുഖ്യമന്ത്രിയെ കണ്ടിട്ട് വന്നതിന് ശേഷം. എനിക്കൊട്ടും മനസ്സിലാവാത്ത കാര്യം, അദ്ദേഹം വന്നിറങ്ങി ലൈവിൽ നിന്ന് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുന്നത് നന്നായി, ഞാനും കേട്ടു. ആ മറുപടിയിൽ എവിടെയാണ് പുള്ളി കീഴടങ്ങിയത്, എവിടെയാണ് പുള്ളി മൗനം പാലിച്ചത്, എവിടെയാണ് പുള്ളി അല്ലാതെ എന്തെങ്കിലും ചെയ്തത്? നിങ്ങളൊരു ചാനൽ കയ്യിലുണ്ടെന്ന് കരുതി വെറുതെ എന്തെങ്കിലുമൊക്കെ വരുന്നത് പോലെ അങ്ങ് വ്യാഖ്യാനിച്ച് എല്ലാവരും കൂടി ഒരു ദുരന്തം വിതയ്ക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്തൊരു മര്യാദയാണ്? സത്യം പറഞ്ഞാൽ ആ പത്രസമ്മേളനത്തിൽ ഒരു പരാതിക്കാരനായ PV അൻവർ MLAക്ക് ഇതിനപ്പുറം നിങ്ങളോട് എന്താണ് പറയാൻ കഴിയുക? ഒരു വാർത്ത കവർ ചെയ്യുമ്പോഴും സംപ്രേഷണം ചെയ്യുമ്പോഴും ഒരു ചാനലുണ്ട്, അത് കാണാൻ കുറച്ച് വിഡ്ഢികൾ വായും പുളർന്നിരിപ്പുണ്ട് എന്ന് കരുതി നിങ്ങളുടെ അജണ്ട സെറ്റ് ചെയ്ത് അങ്ങ് പറയുന്നതൊരു മര്യാദയാണോ? തീർന്നില്ല. അദ്ദേഹം മുന്നോട്ട് നടക്കുമ്പോൾ എന്തിനാണ് തെള്ളിയതെന്ന് ചോദിച്ചൊരു ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി പിന്നെ അവിടെ നിന്നിട്ട് ആര് തെള്ളി എന്ന് ചോദിച്ച് അതിനെ ന്യൂട്രലൈസ് ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ വളഞ്ഞു നിൽക്കുമ്പോൾ പുള്ളിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അല്പം ബലം മുന്നോട്ട് തള്ളണം. അതിന് തള്ളി എന്ന് പറഞ്ഞൊരു ശബ്ദമുണ്ടാക്കിയപ്പോൾ പുള്ളി നിന്ന് അങ്ങനെ മറുപടി പറഞ്ഞില്ലെങ്കിൽ അതുടനൊരു വാർത്തയാകും, മാധ്യമപ്രവർത്തകരെ PV അൻവർ MLA തള്ളി എന്ന് പറഞ്ഞിട്ട്. ഒരു സാമാന്യ മര്യാദ വേണ്ടേ? കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ മേൽ നിങ്ങളുടെ ഒരു ആശയം ഇങ്ങനെ അടിച്ചു പറ്റിക്കുന്നത് എന്തൊരു രീതിയാണ്? വല്ലാത്തൊരു വാർത്ത ചമയ്ക്കലാണ്. അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. PV അൻവർ കഴിഞ്ഞ ദിവസം 2-3 ദിവസങ്ങളിൽ അദ്ദേഹം പത്രസമ്മേളനം നടത്തി കുറേ കാര്യങ്ങൾ പുറത്തുവിട്ടു. അദ്ദേഹം പുറത്തുവിട്ട കാര്യങ്ങൾ രേഖയുടെ പിൻബലത്തിലാണെങ്കിലും അല്ലെങ്കിലും ഇനി അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കുറച്ചേ ഉള്ളൂ അല്ലെ കൂടുതലേ ഉള്ളെങ്കിലും കേരളത്തിലെല്ലാവരും ഇങ്ങനെ ഞെട്ടിത്തരിച്ചാണ് അത് കേട്ടുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ അയാൾ ഒരു ആൺകുട്ടിയാണ്. അയാൾ ആ ആൺകുട്ടി ആ ഭാവം അദ്ദേഹം ആ പ്രകടനത്തിലൂടെ അത് പറഞ്ഞതിലൂടെ കാണിച്ചു എന്നത് സത്യമായ കാര്യമാണ്. അതിന് ആർക്ക് എവിടെയാണ് ധൈര്യമുള്ളത് ഇങ്ങനെ പറയാൻ? ഏതെങ്കിലും പരസ്യം തരുന്നവൻ്റെയോ അല്ലാത്തവൻ്റെയോ ഇതുപോലുള്ള സംഗതി കിട്ടിയാൽ അതുകൊണ്ട് കാണിച്ച് കൂടുതൽ പരസ്യം വാങ്ങുന്നതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള നിർഭയമായ ഇത്തരം സംഗതികൾ ചെയ്യുന്ന നല്ല മാധ്യമപ്രവർത്തകരുടെ കാലം കഴിഞ്ഞു വരികയല്ലേ? ഇനി വിരലിലെണ്ണാവുന്ന ആരെങ്കിലും ഉണ്ട് എന്നുള്ളതിനപ്പുറത്ത് ആരാണുള്ളത്? പിന്നെ ഭരണ പ്രതിപക്ഷ നിരകളിലൊക്കെ ഇത്രമേൽ ആഞ്ഞടിച്ച് വർത്തമാനം പറഞ്ഞ് ഒരു ശബ്ദരേഖ സഹിതം SP-യുടെ പുറത്ത് വിട്ടുകൊണ്ട് ധൈര്യപൂർവ്വം ഇങ്ങനെ പറയാൻ കഴിഞ്ഞു എന്നുള്ളത് പുള്ളിയുടെ ഒരു സവിശേഷമായ പ്രത്യേകതയാണ്. നിങ്ങളതിനെ വില കുറച്ച് കാണുന്നതിലോ പരിഹസിക്കുന്നതിലോ നിങ്ങൾക്ക് കഴിയാത്തിടത്തോളം അതിലെന്ത് അർത്ഥമാണുള്ളത്? ഏതായാലും അദ്ദേഹം പറഞ്ഞു. ആ പറഞ്ഞതിന് ശേഷം അദ്ദേഹം മുഖ്യമന്ത്രിയെ കാണട്ടെ എന്ന് പറഞ്ഞു, പോയി പരാതി കൊടുത്തു. അവിടെ നിന്ന് ഇറങ്ങി വരുന്ന PV അൻവർ MLA എന്താ പറയേണ്ടത്? ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടു, മുഖ്യമന്ത്രിയെ വിരട്ടി, മുഖ്യമന്ത്രി പേടിച്ച് എന്നോട് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുമ്പ് ADGPയെ മാറ്റാൻ ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അയാൾ പറയുമെന്നാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെ പറയണം എന്നുള്ളതാണോ അതിൻ്റെ മര്യാദ? PV അൻവർ MLA ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനല്ല. PV അൻവർ MLA CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അല്ല. PV അൻവർ MLA ഒരു ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയല്ല. PV അൻവർ MLA പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയുമല്ല. അയാൾ ഒരു MLA മാത്രമാണ്. അയാൾ അവിടെ ചെന്ന് അയാളുടെ കാര്യം പറഞ്ഞു. അത് പറഞ്ഞപ്പോഴും ഗവൺമെൻറ് ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യുന്നില്ല എന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് മലയാളികൾ. ഒന്ന് ADGP-ആയി ക്രമസമാധാന പാലന ചുമതലയിൽ നിർത്തിയിരിക്കുന്ന ആളിനെ തുടർന്നും അവിടെ നിർത്തിക്കൊണ്ട് ഇനിയും അങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമുണ്ട്. അതുകൂടാതെ ഈ SP-ആയി PV അൻവർ തന്നെ പുറത്തുവിട്ട ശബ്ദരേഖയിൽ പറയുന്ന SP അയാൾ പറയുന്നത് എന്താ? 10-25 വർഷത്തെ സർവീസ് ഉണ്ട്, ഞാൻ അതിൻ്റെ കടപ്പാടുകൾ തീർക്കാമെന്നൊരു MLA-യോട് പറയുന്നു എങ്കിൽ ഈ IPS-നും അതിനും കടപ്പാട് MLA-യോടല്ല, കമ്മിറ്റ്മെൻറ്റ് നിയമത്തോടാണ്. ആ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ അയാളെ സർവീസിൽ നിന്ന് പുറത്തു കളയേണ്ടതാണ്. അതൊക്കെ ചെയ്യേണ്ടതാണ്. എന്നാൽ അതിനപ്പുറത്ത് അതൊക്കെ ചെയ്യേണ്ടത് PV അൻവർ MLA അല്ലല്ലോ. അപ്പം നിങ്ങളതിന് പുള്ളി അങ്ങനെ പറഞ്ഞില്ല, പുള്ളി കീഴടങ്ങി, പുള്ളി കോംപ്ലിമെൻറ്റ്സ് ആക്കി, പുള്ളി സെറ്റിൽമെൻ്റ് ആക്കി എന്ന് പറഞ്ഞാൽ
പുള്ളി അങ്ങനെ ഒരു വാചകം പറഞ്ഞോ? എനിക്കിത് എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ ഞാനത് ലൈവ് കേട്ടതുകൊണ്ടാണ്. എനിക്ക് PV അൻവർ MLA പ്രത്യേകിച്ച് അങ്ങനെ അനുഭാവമോ അത്തരം കാര്യമൊന്നുമില്ല. പക്ഷേ പുള്ളിയോട് ചോദിച്ചതിനെല്ലാം പുള്ളി മറുപടി പറഞ്ഞു. പുള്ളി എന്താ പറഞ്ഞത്? ഞാൻ പരാതി എന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രി അത് കേട്ടിട്ടുണ്ട്, അതിനനുസരിച്ച് നടപടി സ്വീകരിക്കുമോ? അത് സ്വീകരിക്കേണ്ടത് ഗവൺമെൻറ്റാണ്. പിന്നെ അല്ലാതാണ് അത് സ്വീകരിക്കേണ്ടത് ഞാനാണ്, അല്ലെങ്കിൽ അത് സ്വീകരിക്കേണ്ടത് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ചാനലുകാരാണ് എന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? അത്രയല്ലേ പുള്ളി പറഞ്ഞുള്ളൂ. അതിന് നിങ്ങളുടെ പ്രകടനം എന്താണ്? ഇതിൽ ഒരു കാര്യമുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഈ പറഞ്ഞതൊക്കെ പ്രതിപക്ഷ ആളുകൾക്ക് സൂഹിക്കുമെങ്കിലും നാളെ നിങ്ങളുടെ ഗതിയും ഇതുപോലെ തന്നെ. ഇവരൊരു അജണ്ട സെറ്റ് ചെയ്ത് ഇവരൊരു വാർത്ത ചമച്ച് എല്ലാവരും കൂടി വീശി അങ്ങ് അടിക്കുകയാണ്. എന്നിട്ട് അതിനെ അങ്ങനെ അങ്ങ് ആക്കുകയാണ്. കാണുന്ന മനുഷ്യൻ്റെ പൊതുബോധത്തെയും ചിന്തകളെയും അങ്ങനെ അങ്ങ് ആക്കി തീർക്കുകയാണ്. ആ ഒരൊറ്റ പോയിന്റിനെ കേന്ദ്രീകരിച്ച് ചർച്ച, പിന്നെ അന്തിച്ചർച്ച, പിന്നെ അതിൻ്റെ അപ്പുറത്തെ ചർച്ച. പുള്ളി ഒന്നും പറഞ്ഞില്ല. പിന്നെ പുള്ളി മുന്നോട്ട് നീങ്ങാൻ പോയപ്പോൾ സ്വാഭാവികമായിട്ട് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങാൻ പോയപ്പോൾ ആരോ അങ്ങനെ തെള്ളി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മാധ്യമപ്രവർത്തകരെ പിടിച്ച് തള്ളുന്നോ? മാധ്യമപ്രവർത്തകർക്ക് എന്താ? നിങ്ങൾ ഹർത്താൽ നടത്തുക, നിങ്ങൾ ബന്ദ് നടത്തുക, നിങ്ങൾ എങ്ങനെയാണ് ആ മൈക്കുമായി ഫ്രണ്ടിൽ ചെന്ന് ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്നത്? ഒരാൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം വേണ്ടേ? അയാൾ മുന്നോട്ട് നീങ്ങണമെങ്കിൽ നിങ്ങളെ മാറ്റിയേ പറ്റൂ. അയാൾക്ക് പറഞ്ഞു തീർന്നു, എനിക്കിനിയൊന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വഴിമാറി കൊടുക്കണം. അപ്പം പുള്ളി തെള്ളൂല്ല. അതൊരു വല്ലാത്ത സീനാണ്. എന്നിട്ട് നിങ്ങൾ തന്നെ ഒരു വാർത്ത തിരികെ വെച്ചങ്ങ് കാച്ചുകയും ചെയ്യുന്നു. കഷ്ടം.